ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വരെയുള്ള ഒരു കണക്കനുസരിച്ച് ഏകദേശം 1462 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ 1400-ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്കീം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ പൊതുവെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മാനദണ്ഡം ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ട് വാങ്ങുക എന്നുള്ളതാണ്. ഒരു വർഷം നല്ല റിട്ടേൺ നൽകിയ ഫണ്ട് അടുത്ത വർഷം അണ്ടർ പെർഫോം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് ടേമിൽ നല്ല റിട്ടേൺ നൽകുന്ന പല ഫണ്ടുകളും ലോങ് ടേമിൽ അതേപോലെയുള്ള ഒരു പെർഫോമൻസ് നടത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഫ്യൂച്ചർ ഇയറുകളിൽ നല്ല റിട്ടേൺ നൽകുന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമല്ല. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കാണാൻ കഴിയുക. അപ്പോൾ നല്ല ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി പൊതുവെ പല വിധത്തിലുള്ള റേഷ്യോകളും മ്യൂച്വൽ ഫണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ തുടങ്ങി ധാരാളം റേഷ്യോകളും ധാരാളം പാരാമീറ്റേഴ്സുകളും ഇതിന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെയാണ് ചില ഏജൻസികൾ, പ്രത്യേകിച്ച് വെൽത്ത് അഡ്വൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ഫേമുകൾ മ്യൂച്വൽ ഫണ്ടുകളെ റേറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വെൽത്ത് അഡ്വൈസിങ് ഫേംസ് ആണ്. ഒന്ന് വാല്യൂ റിസർച്ചും മറ്റൊന്ന് മോർണിംഗ് സ്റ്റാറും. അപ്പോൾ ഇവർ ഫണ്ടുകളെ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ റേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് ഏറ്റവും നന്നായിട്ട് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളാണ് എന്ന നിഗമനത്തിൽ ഇത്തരം സ്റ്റാർ റേറ്റിങ്ങുകൾ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലോ മറ്റോ വാങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നോക്കാറുണ്ട്. ആ റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ആ പ്രൊഡക്റ്റിന് ഒരു റേറ്റിംഗ് കൊടുക്കാറുണ്ട്, 5 സ്റ്റാർ വരെയുള്ള. അതേപോലെയുള്ള ഒരു റേറ്റിംഗ് ആണ് ഇവിടെയും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികളിൽ ഒന്ന് വാല്യൂ റിസർച്ചാണ്. വാല്യൂ റിസർച്ച് എന്ന് പറയുന്നത് 1992 ഫോം ചെയ്തിട്ടുള്ള ഒരു ഫേമാണ്. ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ധീരേന്ദ്രകുമാർ എന്ന് പറയുന്ന അതിൻ്റെ CEO ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് റേറ്റിങ്ങിൻ്റെയും അതിൻ്റെ അനാലിസിസിൻ്റെയും ആ ഒരു മേഖലയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആധികാരികമായ ഒരു സോഴ്സാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു ഫേമാണ് വാല്യൂ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു വെൽത്ത് അഡ്വൈസർ. അപ്പോൾ ഇവർ പൊതുവെ മ്യൂച്വൽ ഫണ്ടുകളെ 1 to 5 സ്റ്റാർ വരെ അലോട്ട് ചെയ്തായിട്ട് കാണാം. അതിന് അവർ ഉപയോഗിക്കുന്ന മെട്രിക്സ് ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെയുള്ള പാരാമീറ്റേഴ്സും, അതുകൂടാതെ അവർ 50 കോടിക്ക് മുകളിൽ AUM ഉള്ള കഴിഞ്ഞ 3 വർഷത്തെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററിയുള്ള ഫണ്ടുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള റേറ്റിങ്ങിനായിട്ട് സെലക്ട് ചെയ്യാറുള്ളത്. ഇതേപോലെ മറ്റൊരു ഫേമാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് അമേരിക്കയിലെ ചിക്കാഗോ ബേസ്ഡ് ആയിട്ടുള്ള അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഫേമാണ്. 1984 ജോ മാസ്വേറ്റോ ആണ് ഈ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ഫേമിൻ്റെ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനൊരു ഗ്ലോബൽ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വേൾഡ് വൈഡ് ആയിട്ട് വൈഡ്ലി മ്യൂച്വൽ ഫണ്ടും അതുപോലെ ഇക്വിറ്റി റിസർച്ച് മേഖലയിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. ഇവരുടെ മെത്തഡോളജിയും ഏകദേശം വാല്യൂ റിസർച്ച് പോലെ തന്നെയാണ്. 1 to 5 സ്റ്റാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റമാണ്. ഷാർപ്പ് റേഷ്യോ പോലെയുള്ള റേഷ്യോകൾ പരിഗണിക്കും, കൂടാതെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്, അതുകൂടാതെ ഈ ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോയും അതിൻ്റെ കൺസിസ്റ്റൻസിയും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇവരും ഇത്തരത്തിലുള്ള റേറ്റിംഗ് പുറത്തുവിടുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള റേറ്റിംഗ് ഇവർ ചെയ്യുമ്പോൾ നേരിയ തോതിലുള്ള മാനദണ്ഡങ്ങളിലും അതുപോലെ അതിൻ്റെ മറ്റ് മുൻഗണന കൊടുക്കുന്ന പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഈ സ്റ്റാർ റേറ്റിംഗിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു മ്യൂച്വൽ ഫണ്ടിന് അടുത്ത വർഷം 5 സ്റ്റാർ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ 2025 ഈ രണ്ട് ഫേമുകളും ചില മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൊടുത്തുള്ള സ്റ്റാർ റേറ്റിംഗ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാറ്റഗറികളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റാർ റേറ്റിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇവർ കൊടുത്തിട്ടുള്ള ഒരു റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില മ്യൂച്വൽ ഫണ്ടുകളെ വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ രണ്ട് ഫേമുകളും ഇൻഡെക്സ് ഫണ്ടുകളെ റേറ്റ് ചെയ്യാറില്ല. കാരണം നമുക്കറിയാം ഇൻഡെക്സ് ഫണ്ടുകൾ പെർഫോം ചെയ്യുന്നത് അത് ഇൻഡെക്സിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ആക്റ്റീവ് മാനേജേഴ്സിന് യാതൊരു റോളുമില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഡെക്സ് ഫണ്ടുകളെ റേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഇവർക്കില്ല. അതുകൊണ്ട് അത് ഇവർ ചെയ്യാറില്ല.
എന്നാൽ ആക്റ്റീവ് ലാർജ് ക്യാപ് ഫണ്ടുകളെയാണ് ഇവർ റേറ്റ് ചെയ്യാറുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവർ റേറ്റ് ചെയ്ത ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5ഓളം മ്യൂച്വൽ ഫണ്ടുകളിൽ വാല്യൂ റിസർച്ച് ലാർജ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ അവർ ഏകദേശം 14ഓളം മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇത്തരത്തിലുള്ള റേറ്റിംഗ് നൽകിയതായിട്ടും കാണാം. അപ്പോൾ വാല്യൂ റിസർച്ച് 5 സ്റ്റാർ കൊടുത്ത എല്ലാ ഫണ്ടുകൾക്കും മോർണിംഗ് സ്റ്റാർ 5 സ്റ്റാർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ 5 സ്റ്റാർ കൊടുത്ത എല്ലാ ഫണ്ടുകൾക്കും വാല്യൂ റിസർച്ചും 5 സ്റ്റാർ കൊടുക്കണമെന്നില്ല. എന്നാൽ അവിടെ 4 സ്റ്റാർ എങ്കിലും ഇവർ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 14ഓളം മ്യൂച്വൽ ഫണ്ടുകളിൽ മൊത്തത്തിൽ 4 സ്റ്റാറോ 5 സ്റ്റാറോ റേറ്റിംഗ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. വാല്യൂ റിസർച്ചും മോർണിംഗ് സ്റ്റാറും ഒരേപോലെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത ഒരു ഫണ്ടാണ് HDFC ലാർജ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. അതേപോലെ മറ്റൊരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ കാണുന്നത് ICICI Prudential ബ്ലൂ ചിപ്പ് ഡയറക്റ്റ് ആണ്. അതിന് ഇതേപോലെ 5 സ്റ്റാർ റേറ്റിംഗ് രണ്ടുപേരും കൊടുത്തതായിട്ട് കാണാം. ഇതേപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഡയറക്റ്റ് പ്ലാനിനും ഇതേപോലെ 5 സ്റ്റാർ റേറ്റിംഗ് രണ്ടുപേരും കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 3 ഫണ്ടുകളാണ് കോമൺ ആയിട്ട് മോർണിംഗ് സ്റ്റാറും വാല്യൂ റിസർച്ചും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ 3 മ്യൂച്വൽ ഫണ്ടുകളിലും നമ്മൾ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും HDFC ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.01%, 1% കൂടുതലാണ്. വളരെ ഹൈ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ്. അതേപോലെ ICICI Prudential ബ്ലൂ ചിപ്പിൻ്റേത് 0.84% എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇതും താരതമ്യേന കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ്. എന്നാൽ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് 0.67% മാത്രമേ കാണുന്നുള്ളൂ. കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പിൻ്റെ റിട്ടേൺ 93% ആണ്. ICICI Prudential ബ്ലൂ ചിപ്പിൻ്റെ 81%, അതുപോലെ HDFC ലാർജ് ക്യാപ്പിൻ്റേത് 74%. അപ്പോൾ റിട്ടേണിൻ്റെ കാര്യത്തിലും എക്സ്പെൻസ് റേഷ്യോയുടെ കാര്യത്തിലും മികച്ചു നിൽക്കുന്നത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് മോർണിംഗ് സ്റ്റാറും വാല്യൂ റിസർച്ചും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്തുകൊണ്ട് നല്ല ഫണ്ടുകൾ കണ്ടെത്താൻ കഴിയും. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ICICI Prudential ഭാരത് 22 ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇത് ആക്ച്വലി കഴിഞ്ഞ 3 വർഷം ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ഫണ്ടാണ്. 128% മാസീവ് റിട്ടേൺ ആണ് ഇത് നൽകിയിട്ടുള്ളത്. അത് കൂടാതെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.12% മാത്രമാണ്. എങ്കിലും ഇവിടെ മോർണിംഗ് സ്റ്റാർ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടില്ല, പക്ഷേ വാല്യൂ റിസർച്ച് അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മോർണിംഗ് സ്റ്റാർ ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് ഇതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ICICI Prudential ഭാരത് 22 ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ICICIയുടെ തന്നെ ഭാരത് 22 എന്ന് പറയുന്ന ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ആക്റ്റീവായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടല്ല, ETF-നെ കോപ്പി ചെയ്യുന്നൊരു മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അവരിത് റേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. എന്നാൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫണ്ടാണെന്ന് കാണാൻ കഴിയും, അതിൻ്റെ റിട്ടേൺ വെച്ചിട്ടും അതുപോലെ എക്സ്പെൻസ് റേഷ്യോ വെച്ചിട്ടും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ലാർജ് ക്യാപ്പിൽ പൊതുവെ ഒരു 66% മുതൽ 93% വരെയുള്ള റിട്ടേൺ ആണ് ആവറേജ് ഈ എല്ലാ ഫണ്ടുകളും കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് നിഫ്റ്റി ടോപ്പ് 100 സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ അവിടെ വലിയ ചോയ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും അവിടെ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൾമോസ്റ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും സെയിം ആയിരിക്കും. എന്നാൽ എക്സ്പെൻസ് റേഷ്യോയിലാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് അതിൻ്റെ റിട്ടേൺ ഓൾമോസ്റ്റ് 72% ആണ്. പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.46 ആണ്. അപ്പോൾ ഈ ഫണ്ടുകളിൽ താരതമ്യേന ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. ഈവൻ മോർണിംഗ് സ്റ്റാറും വാല്യൂ റിസർച്ചും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ് ഫണ്ടിനേക്കാൾ എക്സ്പെൻസ് റേഷ്യോ കുറവാണ് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. പക്ഷേ അവിടെ അതിന് വാല്യൂ റിസർച്ച് 4 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മോർണിംഗ് സ്റ്റാർ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എഡിൽവൈസ് ലാർജ് ക്യാപ് ഫണ്ടും മോർണിംഗ് സ്റ്റാർ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വാല്യൂ റിസർച്ച് അതിന് 4 സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.62 ആണ്. നിപ്പോൺ ഇന്ത്യയേക്കാൾ താഴെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ തന്നെ കൊഡാക് ബ്ലൂ ചിപ്പ് ഫണ്ടും മഹീന്ദ്ര മാനിലൈഫ് ലാർജ് ക്യാപ് ഫണ്ടും അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഈ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിനേക്കാൾ താഴെയാണ്. പക്ഷേ അവിടെയെല്ലാം വാല്യൂ റിസർച്ച് അതിന് 4 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത് ആപേക്ഷികമായിട്ട് ഈ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പിനേക്കാൾ ബെസ്റ്റ് ഫണ്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് ഇതൊരിക്കലും ഒരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക്
മിഡ് ക്യാപ്പിലും ഫ്ലെക്സി ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ 5 സ്റ്റാർ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫണ്ടുകൾ കണ്ടെത്താൻ കഴിയും. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.